ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 31 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് 32-33 ശ്ലോകങ്ങൾ നോക്കാം. 32-ാമത്തെ ശ്ലോകം. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദപ്രവദതാമഹം. ഹി അർജുന, സർഗാണാം സൃഷ്ടിയുടെ ആദി മധ്യം ച അന്തശ്ച ആദിയും മധ്യവും അന്ത്യവും അഹമേവ ഞാൻ തന്നെയാകുന്നു. വിദ്യാനാം അധ്യാത്മവിദ്യ വിദ്യകളിൽ ഞാൻ അധ്യാത്മവിദ്യയും പ്രവദതാം താർക്കികന്മാരുടെ വാദവും അഹം ഞാനാകുന്നു. ഹേ അർജുന, സൃഷ്ടിയുടെ ആദിയും മധ്യവും അന്ത്യവും ഞാൻ തന്നെയാകുന്നു. വിദ്യകളിൽ ഞാൻ ആധ്യാത്മവിദ്യയാകുന്നു. താർക്കികന്മാരുടെ വാദവും, അതായത് സംവാദം നടത്തുന്നവരുടെ വാദമുഖങ്ങളും ഞാനാകുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും താൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ വീണ്ടും പറയുകയാണ്. അതുപോലെ വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആധ്യാത്മിക വിദ്യയാകുന്നു. ആ ആധ്യാത്മിക വിദ്യയാകുന്നു ഞാൻ. തത്വവിചാരത്തിനായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന താർക്കികന്മാരുടെ വാദമുഖങ്ങളും ഞാനാകുന്നു. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന താർക്കികന്മാർ എന്ന് പറഞ്ഞാൽ വെറുതെ തർക്കിക്കുന്നവരെന്നല്ല അർത്ഥം. സംവാദങ്ങൾ നടത്തുന്നവർ, പരസ്പരം ചർച്ചയിലൂടെ വാദമുഖങ്ങളിലൂടെ സത്യത്തിൽ എത്തിച്ചേരുന്നതിനാണ് സംവാദം എന്ന് പറയുന്നത്. അത് വെറുതെ തർക്കിക്കുകയും തൻ്റെ ഭാഗം ശരിയെന്ന് സ്ഥാപിക്കുവാൻ വാദമുഖങ്ങൾ നിരത്തുന്നതുമല്ല. പിന്നെയോ പരസ്പരം ഉള്ള സമ്യക്കായ ചർച്ചയിലൂടെ വാദമുഖങ്ങളിലൂടെ സത്യത്തെ വെളിവാക്കുക. അതാണല്ലോ ശങ്കരാചാര്യരൊക്കെ ചെയ്തത്. അങ്ങനെ സത്യത്തിൽ എത്തിച്ചേരുക, അല്ലാതെ വെറുതെ അർത്ഥശൂന്യമായ തർക്കമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമ്യക്കായ വാദത്തിനാണ് സംവാദം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന താർക്കികന്മാരുടെ വാദമുഖങ്ങൾ, ആ സത്യത്തെ തെളിയിക്കുവാനുള്ള വാദമുഖങ്ങൾ, അതും ഞാനാകുന്നു. ഞാൻ തന്നെയാണ് അവരിലൂടെ ഈ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ എല്ലാം ഞാൻ തന്നെയാകുന്നു. ഇനി 33-ാമത്തെ ശ്ലോകം നോക്കാം. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വഃ സമാസികസ്യ ച അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോ മുഖാ. അക്ഷരാണാം അക്ഷരങ്ങളിൽ, അകാരഃ ആകാരമാകുന്നു ഞാൻ, സമാസികസ്യ സമാസങ്ങളിൽ, ദ്വന്ദ്വശ്ച ദ്വന്ദ്വവും അസ്മി ഞാനാകുന്നു. അക്ഷയഃ ക്ഷയമില്ലാത്ത നിത്യമായ, കാലഃ കാലവും, അഹമേവ ഞാൻ തന്നെയാകുന്നു. വിശ്വതോമുഖ സർവത്ര മുഖമുള്ള, എല്ലാ വശങ്ങളിലേക്കും മുഖമുള്ള, 4 വശങ്ങളിലേക്കും മുഖമുള്ള, ധാതാഹ ധാതാവ്, അതായത് ബ്രഹ്മാവും, അഹം ഞാനാകുന്നു.
അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവും ഞാനാകുന്നു. നിത്യമായ കാലവും ഞാൻ തന്നെ. നാൻമുഖനായ ബ്രഹ്മാവും ഞാൻ തന്നെയാകുന്നു. അക്ഷരമാലയിൽ ഒന്നാമത്തേതാണ് അകാരം. സകല അക്ഷരങ്ങളും തുടങ്ങുന്നത് അകാരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അകാരം ഞാനാകുന്നു. അതുപോലെ വ്യാകരണ വിഷയങ്ങളിൽപ്പെട്ടതാണ് സമാസം. അതിൽ പ്രധാനപ്പെട്ട ഒരു സമാസമാണ് ദ്വന്ദ്വ സമാസം. അപ്പോൾ സമാസങ്ങളിൽ വെച്ച് ഞാൻ ദ്വന്ദ്വ സമാസമാകുന്നു. അതുപോലെ ആദിമധ്യാന്തങ്ങളില്ലാതെ അനുസ്യൂതം തുടരുന്ന കാലം, ആ കാലവും ഞാനാകുന്നു. ഭഗവാൻ കാലപുരുഷനെന്നും അറിയപ്പെടുന്നല്ലോ. അതുപോലെ സൃഷ്ടി കർത്താവായ ചതുർമുഖനായ ബ്രഹ്മാവും ഞാൻ തന്നെയാകുന്നു. അങ്ങനെ ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ, ഞാൻ തന്നെ എന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.